ഹായ് ജോസിന് ഗ്രീൻബോക്സ് സ്വാഗതം. കണ്ടില്ലേ ഒരു റാണി കണ്ടോ? നല്ല വലിപ്പവും നല്ല നിറവുള്ള 2.5 വർഷം പ്രായമുള്ള കൊണ്ട് റാണിയെ കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതുണ്ട് റാണി കണ്ടോ? അതായത് ഒത്തിരി വേലക്കാരുടെ നടുക്കായിട്ട് റാണി കണ്ടോ? കണ്ടോ? നല്ല സുന്ദരിയായ റാണി. ഈ റാണിയാണ് 1000 തൊട്ട് 1500 മുട്ടകൾ ഇടുന്നത്. ഇതിനെ നമ്മൾ റാണിയും നാലാടിയാണ് മാറ്റി വെച്ചതാണ്. കണ്ടോ? റാണിയെ 3 വർഷമൊക്കെ കഴിയുമ്പോൾ വേണേൽ പുതുക്കാം. പക്ഷെ നല്ലപോലെ മുട്ടയിടുന്ന റാണിയാണെങ്കിൽ മാറ്റണമെന്നില്ല. റാണി 1 വർഷം തൊട്ട് 5 വർഷം വരെ ജീവിക്കും. നല്ല ശക്തിയുള്ള റാണിയാണെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യണമെന്നില്ല. അത് മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. കണ്ടോ? ഒത്തിരി അനുയായികൾ റാണിയെ ഫോളോ ചെയ്യുന്നുണ്ടോ? റാണിയുടെ അറകൾ പരിശോധിച്ച് അറകളിൽ മുട്ടയിടാത്ത ഇടങ്ങളിലേക്ക് മുട്ടയിടും. എല്ലാ അറകളും പരിശോധിച്ച് നോക്കാം മുട്ടയുണ്ടോ ഇല്ലയോ എന്ന്. മുട്ടയില്ലാത്ത സ്ഥലത്തേക്ക് മുട്ടയിടും. അങ്ങനെ ധാരാളമായിട്ട് ഈച്ചകളുണ്ടാകും. ഇപ്പോൾ ഈച്ചകൾ പെരുകുന്ന സമയമാണ്, വളർച്ചാ സീസണാണ്. നല്ലപോലെ പെരുകും ഈച്ചകൾ. അങ്ങനെ പെരുകിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് തേൻ ലഭിക്കുകയുള്ളൂ. എന്തേലും വേലക്കാരികളുണ്ടോ അതനുസരിച്ച് നമുക്ക് തേൻ ലഭിക്കും. അപ്പം നല്ല റാണിയാകണം. നല്ല റാണി ഉണ്ടാകാനായിട്ട് നമ്മൾ 15 ദിവസം ഒക്കെ വിരിയുന്ന റാണികളാണ് ഏറ്റവും നല്ലത്. എമർജൻസി ക്വീൻസിനേക്കാൾ നല്ലത് ഒരു 15-16 ദിവസം കൊണ്ട് വിരിയുന്ന റാണിമാരെ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അതിന് നമ്മൾ 1 ദിവസം പ്രായമുള്ള ഈ റാണി മുട്ടയിൽ നിന്നും ഉണ്ടാക്കുന്ന റാണിയെ ഉണ്ടാക്കണം. അതിന് പ്രത്യേക സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. കണ്ടോ? ഇത് 3 അടയും പിന്നെ ഒരടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു സെറ്റ് പിരിച്ചതാണ്. കണ്ടല്ലോ? ഇങ്ങനെ സെറ്റ് പിരിക്കാം. ഇനിയിപ്പം സമയത്ത് 2ക്ക് 4 പിരിക്കുന്നതാണ്. 2 മദർ കോളേജിൽ അവിടെ 2 അട റാണിയില്ലാതെ വെക്കുന്നു. റാണിയെ 4 അട കൂടെ ദൂരോട്ട്